ഹായ് മക്കളെ, നമ്മൾ നോക്കുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ 4 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഷുവർ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 100%, അതായത് വരുന്ന ഈ എക്സാമിന് 100% ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇല്ലാതെ വരില്ല. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ നമുക്ക് ആകെ പഠിക്കേണ്ടത് ആകെ 2 ടോപ്പിക്കേ ഉള്ളൂ. ഒന്നാമത്തെ ടോപ്പിക്കാണ് നമ്മുടെ സർക്കിള്. ഒരു ടോപ്പിക്കിന്റെ പേരാണ് സർക്കിള്, രണ്ടാമത്തെ ടോപ്പിക്കാണ് എലിപ്സ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒന്നുകിൽ എക്സാമിന് സർക്കിൾ ചോദിക്കും, അല്ലെങ്കിൽ എലിപ്സ് ചോദിക്കും. രണ്ടും ചെയ്യുന്ന മെത്തേഡ് ഒരേപോലെയാണ്. നമ്മൾ സർക്കിൾ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കിന് എലിപ്സ് പഠിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം മോഡൽ എക്സാമിന് വന്നത് എലിപ്സ് ആണ്. അപ്പോൾ സർക്കിൾ വരാം, മേ ബി രണ്ടിലേതെങ്കിലും ഒന്ന് വരാം. എന്തായാലും സർക്കിളും എലിപ്സും ഒരേ രീതിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സർക്കിളിൻ്റെ എലിപ്സിൻ്റെ ഇൻ്റഗ്രേഷൻ പഠിക്കാം. ഇതിന് ഇൻ്റഗ്രേഷനിൽ ഒരുപാട് നോളജ് വേണ്ട. നിങ്ങൾ ഇൻ്റഗ്രേഷനിൽ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം ഇൻ്റഗ്രേഷനുമായിട്ട് കാര്യമായിട്ടൊരു കണക്ഷൻ ഒന്നുമില്ല ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ. കാരണം ഇതിൽ നമ്മളൊരു റിസൾട്ട് ഉണ്ട്, ആ റിസൾട്ട് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേ വേണ്ടുള്ളൂ. അതൊരു സിമ്പിൾ റിസൾട്ട് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആ റിസൾട്ട് പഠിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത്രയും ഈസി ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും 4 മാർക്ക് എന്ത് ചെയ്യാം, ഷുവർ ആയിട്ട് വാങ്ങിക്കാം. 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. 4 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചാൽ ബാക്കി 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100% എന്ത് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, ഫൈൻഡ് ദി ഏരിയ ഓഫ് സർക്കിൾ x² + y² = a² ബൈ യൂസിങ് ഇന്റഗ്രേഷൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് വരിക. ഇത് സർക്കിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രലിൽ നിന്ന് വന്നതാണെന്ന് അറിയാൻ ഒരേ ഒരു കണ്ണിങ്ങേ ഉള്ളൂ. ഏരിയ എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. കണ്ടോ, ഫൈൻഡ് ഏരിയ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ ഷുവറാണ് ഇത് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രലിലെ ക്വസ്റ്റ്യൻ ആണ്. നോർമലി നമുക്ക് അറിയുന്ന കാര്യമാണ് സർക്കിളിന്റെ ഇക്വേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം. ബേസിക്കലി എന്താടാ, x² + y² = r² എന്നാണ് നമ്മൾ നോർമലി പഠിച്ചു വെച്ചിട്ടുണ്ടാവുക നോർമലി. പക്ഷേ ഇവിടെ റേഡിയസ് ആയിട്ട് എടുക്കുന്നത് r-ന് പകരം ഇവിടെ a ആയിട്ട് സങ്കല്പം എന്നുള്ളൂ. അതായത് 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ നമ്മൾ +1 വരെ ഒക്കെ നമ്മൾ r ആണ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ +2ൽ നമ്മൾ റേഡിയസിന് പകരം a എന്നുള്ളതുള്ളൂ. സോ ബോത്ത് ആർ സെയിം. x² + y² = r² എന്ന് പറഞ്ഞാലും a² എന്ന് പറഞ്ഞാലും സെയിം ആണ്. നമ്മളിവിടെ റേഡിയസിന് a ആണ് ഉപയോഗിച്ചെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്റഗ്രേഷന്റെ കോൺസെപ്റ്റ് ഇപ്പം നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ഇതിനൊരു ഡയഗ്രാം നിർബന്ധമാണ്. എല്ലാവരും എന്ത് ചെയ്യണം, ഒരു ഡയഗ്രാം വരക്കണം. സിമ്പിൾ ഡയഗ്രാം ആണ്. നിങ്ങൾ നോക്കാം, ഒരു 2D വരച്ചിട്ട്, 2D എന്നൊക്കെ പറഞ്ഞ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് വരച്ചാൽ മതി. സ്കെയിലും പെൻസിലും വെച്ചിട്ട് ഡ്രോയിങ് മാത്രം വരച്ചാൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരക്കാം. ഓക്കെ, സർക്കിൾ വരച്ചിട്ട് ഒരു ഏരിയ ഷെയ്ഡ് ചെയ്യുക. ഒരൊറ്റ ഏരിയ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഷെയ്ഡ് ചെയ്താൽ മതി. നമുക്കറിയാം ഈ പോയിന്റ് എല്ലാവർക്കും അറിയുന്ന പോയിന്റ് ഒക്കെ തന്നെയാണ് OO അല്ലെ, 0 ഒറിജിൻ ആണ്, 0 ആണ്. ഈ ലെങ്ത് ആണ് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത്, ഈ ലെങ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നടാ, അതാ ഈ ലെങ്ത് ആണ് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ള പോയിന്റ് എടുത്തിട്ടുള്ളത്, a ആയിട്ട് എടുത്തിട്ട്. അപ്പൊ ജനറലി a,0 ഇത് എല്ലാവർക്കും അറിയുന്നതല്ലേ. x ആക്സിസിലുള്ള കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, a,0 എന്നാണ്. ഓക്കെ, അപ്പൊ നോർമലി ഈ ഇന്റഗ്രേഷന്റെ പ്രോബ്ലം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാടാ, ഇന്റഗ്രൽ y dx എന്ന് പഠിക്കുക. എപ്പോഴും നമ്മൾ ഇന്റഗ്രേഷന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എപ്പോഴും നമ്മൾ എന്താടാ ഇന്റഗ്രേഷനിൽ a = ഇന്റഗ്രൽ y dx. y കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു dx എന്നാണ് എഴുതേണ്ടത്. കാരണം y-നെ നമ്മൾ ഇനി ഇവിടെ റീപ്ലേസ് ചെയ്യും. അപ്പൊ എപ്പോഴും ഈ 4 ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇന്റഗ്രൽ y dx എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. ഇന്റഗ്രൽ y dx എന്നുള്ളത് ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് മൊത്തം ഈ സർക്കിളിന്റെ ഏരിയ ആണ് കാണേണ്ടത്. ഓൾറെഡി ഇതിന്റെ ആൻസർ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഏരിയയുടെ ഇക്വേഷൻ എന്താ, നമുക്കറിയാം πr² എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ a ആയതുകൊണ്ട് നമുക്ക് എന്ത് വരും, πa² എന്ന് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് എന്താ വെച്ചാൽ ഓൾറെഡി ഉത്തരം നമുക്ക് അറിയാവുന്നതാണ്. πa² ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ πa² ആണ് ആൻസർ ഫൈനലായിട്ട് നമുക്ക് ഇതിൽ കിട്ടാൻ പോവുക. അപ്പോൾ എപ്പോഴും ഇന്റഗ്രൽ y dx ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താ വെച്ചാൽ നമുക്കറിയാം 4 കളങ്ങളാണുള്ളത്. അപ്പൊ നോർമലി നമുക്ക് കിട്ടിയ ഇന്റഗ്രൽ y dxന്റെ ആൻസറിനെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4 എന്നുള്ളത് ഇവിടെ കൊടുക്കണം. അപ്പൊ ഇവിടെ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 4 × എന്ന് കൊടുക്കണം. 4 × എന്ന് കൊടുക്കാൻ കാരണം എന്താണ്, ഇവിടെ ടോട്ടലി 4 ഒരേപോലത്തെ ഷേപ്പ് ആണുള്ളത് അല്ലെ, 4 കള്ളികളാണുള്ളത്. സോ 4 × ഇന്റഗ്രൽ y dx എന്ന് കൊടുക്കാം. അതിനുശേഷം ലിമിറ്റ് ഇവിടെ കൊടുക്കണം. ലിമിറ്റ് ഏത് മുതൽ ഏത് വരെ നിങ്ങൾ നോക്കിയേ. ഇതാ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് നമ്മൾ എടുക്കുന്നത്. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ. അപ്പൊ എക്സിന്റെ ലിമിറ്റ് വേണം നമ്മൾ എടുക്കാൻ.
എക്സിന്റെ ലിമിറ്റ്. അപ്പോൾ ഒന്നാമത്തെ ഈ ഒറിജിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്, a, 0യുടെ a ആണ്. അപ്പോൾ ഏത് മുതൽ ഏത് വരെ നമുക്ക് പറയാം? 0 മുതൽ ഏത് വരെയാടാ? a വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതാ? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇനി ചെയ്യേണ്ടത് എന്തുള്ളൂ എന്ന് വെച്ചാൽ ഈ വൈനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് റീപ്ലേസ് ചെയ്യണം. ഈ വൈനെ റീപ്ലേസ് ചെയ്യൽ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ആ വൈ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്ന വെച്ചാൽ നമുക്ക് ഓൾറെഡി നമുക്കറിയാടാ വൈയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കാം. നിങ്ങൾ നോക്കി നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൈ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ വൈ ഉള്ള ടേമിനെ നിർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരൂടാ? എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ ആവും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയർ കളയാൻ നമ്മൾ എന്ത് ചെയ്യൂടാ? റൂട്ട് ചെയ്യും. ഈ സ്ക്വയർ കളയാൻ മാക്സിന്റെ റൂളാണ്. ഇവിടെ റൂട്ട് ഇട്ട് കൊടുക്കുക, ഇവിടെയും എന്ത് ചെയ്യുക? റൂട്ട് ഇട്ട് കൊടുക്കുക. സ്വാഭാവികമായിട്ട് നമുക്കറിയാം സ്ക്വയറും റൂട്ടും വെട്ടും. എന്നിങ്ങനെ പഠിച്ചു വെക്കാം. സ്ക്വയറും റൂട്ടും എന്താവൂടാ? ക്യാൻസൽഡ് ആവും. അപ്പൊ സ്ക്വയറും റൂട്ടും ക്യാൻസൽഡ് ആയി പിന്നെ ഫൈനലി നമുക്ക് വൈ എന്ത് കിട്ടും? ഇവിടെ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആവില്ല. കാരണം ഒരൊറ്റ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ വരുമ്പോഴാണ് സ്ക്വയറും റൂട്ടും ക്യാൻസൽഡ് ആവുക. ഇവിടെയുള്ള ആ വാല്യൂ അങ്ങനെ തന്നെ നിർത്താം. റൂട്ട് ഓഫ് എന്ത് തന്നെ വരും? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വൈ നമുക്ക് കിട്ടി. ആ വൈനെ നേരെ എന്ത് ചെയ്യുക? ഈ വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? ജസ്റ്റ് റീപ്ലേസ് ചെയ്യുക. അപ്പൊ ആൻസർ എങ്ങനെ? ഇന്റഗ്രേഷൻ എങ്ങനെ വരും? ഇന്റഗ്രൽ 0 to a 4 എഴുതാൻ മറന്നു പോയത് 4 ഇൻറ്റു വൈനെ റീപ്ലേസ് ചെയ്യുക. വൈ എന്താടാ? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇങ്ങനെ ആയി മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ ഉള്ളത്. ഈ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ചെറിയൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് വളരെ ഈസിയാണ്, വലിയ റിസ്ക് ഒന്നുമില്ല അത് പഠിച്ചെടുക്കാൻ. കാരണം നമ്മൾ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇക്വേഷൻ എഴുതിയാൽ മതി. ആദ്യമേ ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കൊന്നും വേണ്ട. ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ റിസൾട്ട് ഒന്ന് നോക്കാം. റിസൾട്ട് എങ്ങനെയാണ് ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്ന റിസൾട്ട് ഉണ്ട്. അത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ റിസൾട്ട് എങ്ങനെ പഠിക്കേണ്ടത് വെച്ചാൽ x/2 ഇതൊന്ന് പഠിക്കാം. x/2 ഇതിലെ സർക്കിൾ ആണെങ്കിലും ശരി എലിപ്സ് ആണെങ്കിലും ശരി ഈ ഒരൊറ്റ ഫോർമുല രണ്ട് ഭാഗത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു ചെറിയൊരു ഫോർമുലയേ ഉള്ളൂ. x/2 എന്ന് പഠിക്കുക. x/2 എന്ന് പഠിച്ചാൽ പിന്നെ പഠിക്കാൻ എളുപ്പമാണ്. ഇത് തന്നെ ഒന്നും കൂടി എഴുതി വെക്കാം. നമ്മളെ ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടി എഴുതി വെക്കാം. ദാറ്റ് ഈസ് എന്താടാ? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് അതിനുശേഷം എന്ത് എഴുതുക? അതിനുശേഷം എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അത് നമ്മളിപ്പോൾ എഴുതണമെന്നില്ല, എല്ലാ ആൻസറിലും പ്ലസ് സി ഉണ്ടാവും. അപ്പം അതിന് അത്ര വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒന്നുകൂടെ പറയാം? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാണ്. x/2 ഈ ഇക്വേഷൻ തന്നെ ഒന്നും കൂടെ എഴുതുക. ദാറ്റ് ഈസ് റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഈ റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതല്ലാതെ ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ എടുത്ത് വർക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലായി? ഈ ചാപ്റ്ററിന്റെ ഏറ്റവും എളുപ്പം അതാണ്. നമ്മളിവിടെ ഇന്റഗ്രേഷൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നില്ല. കാരണം ഇന്റഗ്രേഷൻ പഠിച്ച റിസൾട്ട് അപ്ലൈ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ഇനി എന്ത് ചെയ്യാണ്? ആ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 0 to a ഇല്ല എന്ന് സങ്കല്പിക്കുക. ലിമിറ്റ് 0 to a ഇല്ല എങ്കിൽ അതിന്റെ ആൻസർ ഇതല്ലേ? അതിന്റെ ആൻസർ ഇതാണല്ലോ. ആ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എന്ത് ചെയ്യടാ? അപ്ലൈ ചെയ്യുക. അപ്പൊ ഞാൻ അവിടെ ആൻസർ അപ്ലൈ ചെയ്യാണ്. ആൻസർ അപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു ഒരു എന്ത് ചെയ്യുക? നോർമൽ സാധാരണ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിലോട്ട് കൊണ്ടുവരാം, ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നില്ലടാ, മറിച്ച് അതിന്റെ റിസൾട്ട് കാണാതെ പഠിച്ച റിസൾട്ടിനെ പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ആ റിസൾട്ട് നമ്മളിവിടെ കൊടുക്കുന്നു. ദാറ്റ് ഈസ് x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇനി ലിമിറ്റ് ഏത് മുതൽ ഏത് വരെ? കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? 0 മുതൽ a വരെ. അപ്പൊ 0 മുതൽ a വരെ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കാം. അപ്പൊ വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. ഇനി ഇത്തിരി ഉള്ളടാ എക്സിന് നമ്മൾ എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ്. ഇത് സാധാരണ ഇന്റഗ്രേഷന്റെ ഡെഫിനിറ്റിൽ പറയുന്നതാണ്. നമ്മൾ ലിമിറ്റ് എപ്പോഴും കൊടുക്കുന്നത് എന്താണ്? എക്സിന് അപ്പർ ലിമിറ്റ്, മുകളിലുള്ള അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അവിടെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യനും ലോവർ ലിമിറ്റ് ഓൾവേസ് 0 ആയിരിക്കും. കാരണം ഓൾറെഡി ഇവിടെ 0 ആണ്. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവാം. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ഏതുവരെ എത്തി ഒന്നുകൂടെ കാണിക്കാം. 4 ഇൻറ്റു നമ്മൾ ഏതുവരെ എത്തി? x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ 0 to. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കാര്യം എടുക്കുന്നത്. നമ്മൾ മുന്നത്തെ സ്റ്റെപ്പാണ് പറയുന്നത്, ഈ ഒരു സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ഏതാ? 4 ഇൻറ്റു എക്സിനാണ് കൊടുക്കേണ്ടത്. അപ്പർ ലിമിറ്റ് എ കൊടുത്തു കഴിഞ്ഞാൽ a/2
ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം റൂട്ട് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എ ബൈ എ മൈനസ് ലോവർ ലിമിറ്റ്. എടാ ലോവർ ലിമിറ്റ് ഓൾവേസ് 0 ആണ്. നിങ്ങൾ എക്സാമിന് സർക്കിൾ ആണെങ്കിലും ശരി എലിപ്സ് ആണെങ്കിലും ശരി ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 ആണ്. അതിന് സിമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞു തരാം. ദാറ്റ് ഈസ് നമുക്കറിയാം സൈൻ 0 0 ആണ്. ഈ സൈൻ അങ്ങോട്ട് പറഞ്ഞാൽ എന്താവും? SIN അങ്ങോട്ട് പറഞ്ഞാൽ എന്താവും? ചിറക് വരും. സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം ഇവിടെ നിങ്ങൾ നോക്കി നോക്കി ഈ സൈൻ ഇൻവേഴ്സ് അവിടെ സൈൻ ഇൻവേഴ്സ് 0 ഓട്ടോമാറ്റിക്കിന് എന്താവും? 0 ആവും. അപ്പൊ 0 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് ആയിപ്പോ. അതുപോലെ തന്നെ എക്സിന് നമ്മളിവിടെ 0 കൊടുത്താൽ ടോട്ടലി 0. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് കോംപ്ലിക്കേഷൻ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ലോവർ ലിമിറ്റ് സർക്കിൾ ആണെങ്കിലും എലിപ്സ് ആണെങ്കിലും 0 ആയിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. സോ അതിനുശേഷം ഇനി നിങ്ങൾ നോക്കി നോക്കുക എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇതെന്താണ് കിട്ടുക? 0 ആണ് അല്ലെ. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 4 മൈനസ് 4 0 എന്ന് പറയുന്ന പോലെ തന്നെ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0. അപ്പൊ ഈ ഭാഗം എന്താവും? അതിൽ നിന്ന് എലിമിനേറ്റ് ആവും. പിന്നെ എന്താ ബാലൻസ് ഉണ്ടാവുക? 4 ഇൻറ്റു എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എ ബൈ എ. നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ 1 ആണ് അല്ലെ. മുകളിലും താഴെയും ഒരേ വാല്യൂ ആണെങ്കിൽ നമ്മൾ പറയാറ് എന്താണ്? 1 എന്നാണ്. ഓക്കെ, ഇനി എന്താണ് നോക്കേണ്ടത് വെച്ചാൽ ബേസിക്കലി നമുക്കറിയാടാ സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രടാ? 1 ആണ്. സൈൻ 90 1 ആണ്. അത് എല്ലാവർക്കും അറിയേണ്ട ഒരു ബേസിക് വാല്യൂ ആണ്. സൈൻ 90 1 ആണ്. സോ 90നെ നമുക്ക് റേഡിയനിൽ എന്ത് പറയാം? എല്ലാവർക്കും അറിയാം അല്ലെ. പൈ ബൈ 2 എന്നാണ് പറയാം അല്ലെ. പൈ ബൈ 2 എന്നല്ല പറയാം റേഡിയനിൽ. ഡിഗ്രിയിലാണ് 90 ഡിഗ്രി. റേഡിയനിൽ പറഞ്ഞാൽ പൈ ബൈ 2. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ SIN അങ്ങോട്ട് പറഞ്ഞാൽ എന്താവൂടാ? സൈൻ ഇൻവേഴ്സ് ആവും. ചിറക് വരുന്നു പഠിച്ചോ? സൈൻ ഇൻവേഴ്സ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ എത്ര വരുവാടാ? പൈ ബൈ 2. ബേസിക്കലി നിങ്ങൾ സൈൻ ഇൻവേഴ്സ് 1 എന്നുള്ളത് പൈ ബൈ 2 എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്യാം. കാരണം ഇവിടെ വരുന്ന 4 മാർക്കിൽ സർക്കിൾ ആണെങ്കിലും എലിപ്സ് ആണെങ്കിലും എല്ലായിടത്തും സെയിം റിസൾട്ട് ആണ് വരുന്നത്. സൈൻ ഇൻവേഴ്സ് 1 ആണ് ഇതിന്റെ എൻഡിങ്ങിൽ വരിക. സോ സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്താടാ? പൈ ബൈ 2 ആണ്. ജസ്റ്റ് ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കാം. എ സ്ക്വയർ ബൈ 2 ഇൻറ്റു എന്ത് വരുവാടാ? പൈ ബൈ 2. പരിപാടി കഴിഞ്ഞ് നിങ്ങൾ നോക്കുക. ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 2 അല്ലേ. ഡിനോമിനേറ്റർ 2 ഇൻറ്റു 2 എത്രയാടാ? 4 ആണ്. ആ 4ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ചെയ്താ ഫൈനൽ ആൻസർ എന്ത് കിട്ടുവാടാ? പൈ എ സ്ക്വയർ. ഇതൊരു ഏരിയ പ്രോബ്ലം ആയതുകൊണ്ട് ആൻസർ എഴുതുമ്പോൾ എന്ത് എഴുതണടാ? സ്ക്വയർ യൂണിറ്റ് എന്ന് നിർബന്ധമായിട്ടും എഴുതണം. അപ്പൊ നിങ്ങൾ നോക്കി നോക്കേ എത്ര ഈസി ആയിട്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. മനസ്സിലായ? അപ്പോൾ ഒരു സർക്കിളിന്റെ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യാൻ പഠിച്ചാൽ പിന്നെ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസിയാണ്. ഇനി സർക്കിളിൽ ഇനി ചോദിക്കുന്ന വേറൊരു ടൈപ്പ് പ്രോബ്ലം ആണെന്ന് പറയുന്നത് ഇതിന്റെ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ സർക്കിളിന്റെ ജനറിക് ഫോം ആണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ജനറലി നമുക്ക് എന്താ? പൈ എ സ്ക്വയർ ആണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് റിസൾട്ട് അറിയാമെങ്കിൽ അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് എന്താ? ഒരു ടാസ്ക് അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും നോട്ട് ചെയ്യാം. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവറാണ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എലിപ്സ് ഈസി, എല്ലാം ഈസിയാണ്. 4 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യടാ? ഈ വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കേടാ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ സർക്കിളിന്റെ നമുക്കൊരു അടുത്ത പാറ്റേൺ അതാണ്. ഒരുപാട് സാധ്യത, ഒരു ജനറിക് പ്രോബ്ലം ആടാ. ഇനി വരുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കെ പ്രീവിയസ് ഇയർ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇത്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് എ സ്ക്വയറിന് പകരം ഇവിടെ 4 കൊടുത്തു എന്നുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ നിർബന്ധമാണ്. എക്സാമിന് ഏറ്റവും ചാൻസ് ഉള്ള ഒരു പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കടാ. എടാ ഈ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ അല്ലേ. നമ്മൾ ജനറലി എ സ്ക്വയർ എന്നല്ലേ ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലേ. വളരെ സിമ്പിൾ. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ എക്സാമിന് ചിലപ്പോൾ 4ന് പകരം അവിടെ എന്തും കൊടുക്കാം. മേ ബി 16 വരാം. 16 വന്നാൽ നിങ്ങൾ എന്ത് എഴുതണ്ട? 4 സ്ക്വയർ എന്ന് വരണം. അല്ലെങ്കിൽ 32 വരാം, 64 വരാം. ഇങ്ങനെയൊക്കെ സാധ്യത ഉണ്ട്. പക്ഷെ +2 ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി വരാൻ ചാൻസ് ഒരു 4 ഒക്കെ ഉള്ളൂ. അല്ലെങ്കിൽ 16 എന്നെ കണ്ടിട്ടില്ല. 4 ഒക്കെ നോർമലി നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എൻ്റെ ഒരു പ്രവചനം ശരിയാണെങ്കിൽ ഈ വർഷം നമുക്ക് സർക്കിളിൽ ഒരു 4 ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വീണ്ടും ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡയഗ്രാം മസ്റ്റ് ആണ്. ഒരു സർക്കിൾ വട്ടം വരക്കുക, ഒരു ഏരിയ ഷെയ്ഡ് ചെയ്യുക. അതൊക്കെ നേരത്തെ പോലെ തന്നെ 0 0. ഇവിടെ നമ്മൾ എഴുതിയത് 0 എന്നാണ്. പക്ഷെ ഇവിടെ A0 എന്നാണ്. ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്?
4 അല്ല, മാറരുത്, 2 0. കാരണം ഇവിടുത്തെ റേഡിയസ് 4 എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താടാ 2 സ്ക്വയർ. അപ്പൊ 2 ആണ് ഇവിടുത്തെ എന്ത് നോർമൽ റേഡിയസ്. അത് മറന്നു പോരുത്. ഓക്കെ, അപ്പൊ 2 എന്ത് ചെയ്യാടാ കറക്റ്റ് മാർക്ക് ചെയ്യുക. പിന്നെ ഒക്കെ പഴയ പോലെ തന്നെ ചെയ്യുക. പഴയ പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ സ്റ്റാർട്ടിങ് എന്താണ് ഏരിയ എ ഈക്വൽ ടു എന്താടാ ഇന്റഗ്രൽ y dx. ഇത് മാറൂല അല്ലെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇന്റഗ്രൽ y dx കാണാതെ പഠിച്ചു വെച്ചോ. ഓക്കെ, ലിമിറ്റ് ഏത് മുതൽ ഏത് വരെ 0 to a എന്നല്ല, ഇവിടെ എക്ക് പകരം ഇവിടെ ഏതാണ് 2. ആ ഒരൊറ്റ ചേഞ്ചേ ഉള്ളൂ. നേരത്തെ ചെയ്ത പ്രോബ്ലം ഇതും തമ്മിൽ ആകെ ഒരു ചേഞ്ച് ഉള്ളത്, മുന്നത്തെ പ്രോബ്ലത്തിൽ എവിടെയൊക്കെ എ കൊടുത്തോ അവിടെയൊക്കെ ഇവിടെ 2 കൊടുത്താൽ ആൻസർ ആയി. അത്രേ ഉള്ളൂ മാറ്റം. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഈസി ആയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ 4 കൊടുക്കുന്നുണ്ട്. റീസൺ നിങ്ങൾക്ക് അറിയാം, 4 കൊടുക്കണം, 4 കള്ളിയാണുള്ളത്. അതുകൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അതുകൊണ്ടാണ് 4 കൊടുത്തത്, മറന്നു പോരുത്. ഓക്കെ, ഇനി നമുക്ക് എന്താണുള്ളത് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് y എന്താണെന്ന് കിട്ടണം. ഞാൻ ഇവിടെ കാണിക്കാം. x² + y² = 4 പകരം ഞാൻ 2² എന്നാക്കി. y² എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്കറിയാം 2² + x² അങ്ങോട്ട് പോയാൽ എന്താടാ -x². സ്ക്വയർ കളയാൻ വേണ്ടി നേരത്തെ ചെയ്ത അതേ വിദ്യ തന്നെയാണ്. എന്താണ് റൂട്ട് ചെയ്യുക. ഇടത് ഭാഗത്ത് റൂട്ട് ചെയ്ത വലത് ഭാഗത്ത് എന്ത് ചെയ്യണടാ നമ്മൾ റൂട്ട് ഇട്ട് കൊടുക്കണം അല്ലേ. സോ ഫൈനലി നമുക്കറിയാം സ്ക്വയറും റൂട്ടും വെട്ടും. സ്ക്വയറും റൂട്ടും വെട്ടിക്കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് എന്ത് കിട്ടൂടാ y = √2² - x² എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ y വാല്യൂ. ഈ y വാല്യൂ നേരെ എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യടാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 × ഇന്റഗ്രൽ 0 to 2 y വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. എന്താണ് √2² - x² dx. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട് അത് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സിംപ്ലി നിങ്ങൾ നോക്കി നോക്കുക. അവിടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. 4 എന്ന് എഴുതാം സ്ക്വയർ ബ്രാക്കറ്റ്. ഇതിന്റെ റിസൾട്ട് ആണ് പറയുന്നത്. x/2 എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ വാല്യൂ തന്നെ ഇവിടെ എഴുതി വെച്ചാൽ മതി. നമ്മൾ ഇതന്നെ ഇവിടെ പിക്ക് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് എന്താടാ 2² - x². പ്ലസ് ഇനി നമ്മൾ സാധാരണ എഴുതുക a²/2 എന്നാണ് നമ്മൾ എഴുതുക. പക്ഷേ ഇവിടെ a എന്താ, ഇവിടെ a എന്താ, a നമുക്കറിയാം 2 ആണ്. അതുകൊണ്ട് ഇനി എഴുതുമ്പോൾ a² എന്നല്ല എഴുതേണ്ടത് 2²/2 sin ഇൻവേഴ്സ് x/a എന്നാണ് നമ്മൾ എഴുതുക. പക്ഷേ എക്ക് പകരം നമ്മൾ എന്ത് എഴുതണം, ഇവിടെ 2 എന്ന് എഴുതണം. ലിമിറ്റ് ഏത് മുതൽ ഏത് വരെ 0 to 2. അത് മറക്കരുത്. നേരത്തെ 0 to a ആണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യടാ 0 to 2 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ശരി. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നോർമലി എക്സിന് എന്ത് ചെയ്യുക അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ്. നമുക്കൊന്ന് നോക്കി നോക്കാം. എക്സിന് എങ്ങനെ അപ്പർ ലിമിറ്റ് കൊടുക്കുക 4 × അല്ലേ. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2/2. എവിടൊക്കെ എക്സ് ഉണ്ട് അവിടെയൊക്കെ കൊടുക്കുക, വേറെ ഒന്നുമില്ല. 2² - 2² + 2²/2 സൈൻ ഇൻവേഴ്സ് 2/2. ഒക്കെ നേരത്തെ സെയിം സ്റ്റെപ്പാണ്. മൈനസ് ലോവർ ലിമിറ്റ് നമുക്കറിയാം 0 ആണ്. കൂടുതൽ ചിന്തിക്കാൻ പോകേണ്ട എക്സാമിന് ലോവർ ലിമിറ്റ് ഓൾവേസ് 0. സർക്കിൾ ആണെങ്കിലും ശരി, എലിപ്സ് ആണെങ്കിലും ശരി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് പ്രകാരം നിങ്ങൾ ഇവിടെ നോക്കുക. ഇതിപ്പോ തന്നെ പഠിച്ചോ. 2² - 2² ഇവിടെ എന്താവും നമുക്കറിയാം ക്യാൻസൽ ആയി പോകും, വലിയ റിസ്ക് ഇല്ല. സോ അടുത്ത സ്റ്റെപ്പിൽ ഇനി ബാലൻസ് എന്താണുള്ളത്, അടുത്ത സ്റ്റെപ്പിൽ ബാലൻസ് എന്താണുള്ളത് 4 × ഇനി എന്ത് മാത്രമേ ഉള്ളൂ എടാ 2² ഉണ്ട്. 2² അല്ലേ, അവിടെ കാണിക്കാം. 2²/2 സൈൻ ഇൻവേഴ്സ് 2/2 ആണ്. 2/2 എന്താടാ 1 ആണ് അല്ലേ. അപ്പൊ 2² ഒക്കെ നമുക്ക് അറിയാം. 2² എന്താ 4/2 സൈൻ ഇൻവേഴ്സ് 1 ഞാൻ പറഞ്ഞു. ഒറ്റ അടിക്ക് റിസൾട്ട് എഴുതിക്കോളാം. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ഇനി പഠിച്ചു വെക്കുക π/2. മനസ്സിലായില്ല, ആ ഒരു കാരണവശാലും ഇനി മറക്കരുത് π/2. ഇനി നിങ്ങൾ നോക്കുക, ഈ 2ഉം 2ഉം ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ് 4 ആ കിട്ടുക. ആ 4ഉം ഈ 4ഉം കട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആൻസർ എന്താ കിട്ടുക 4π ആണ്. സോ നമ്മളെ ആൻസർ എന്താടാ 4π² ഉണ്ട്. അത്ര സിമ്പിളാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കെ, സർക്കിൾ അത്ര ഈസി ആണെങ്കിൽ എലിപ്സ് എന്താ ഇതിനെക്കാട്ടി ഏറെ ഈസി ആയിരിക്കും. അപ്പൊ ബേസിക്കലി സർക്കിളിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ നമുക്ക് പഠിച്ചു വെക്കാം. πr² പകരം ഇവിടെ പഠിച്ചു വെക്കുക എന്താടാ πa² എന്നാണ്. ഇനി ഇവിടെ തന്ന റേഡിയസ് ഡിപ്പെൻഡഡ് ആണ്. ഡിപ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ 4 ആണ് വന്നിട്ടുണ്ടെങ്കിൽ, എൻഡിൽ 4 ആണെങ്കിൽ അതിന് നമുക്ക് 2² എന്ന് എഴുതാം. 2 ആണ് നമ്മുടെ a എന്ന് പറയുന്നത്. അപ്പൊ ആൻസറിൽ a ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം 2² എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടോടാ 4 ആണ്. ദാറ്റ് ഈസ് 4π ആണ്. അപ്പോൾ 4π എന്നുള്ള ആൻസർ ഒക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമ്മൾ അതിലോട്ട് എത്തിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അത്ര ഈസിയാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ വർഷം ഏറ്റവും ചാൻസ് ഉള്ള ഒരു സെക്ഷനാണ് സർക്കിൾ എന്നുള്ളത്. എലിപ്സ് ഓൾറെഡി നമുക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് മോഡലിന്. പക്ഷെ വന്ന ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. എലിപ്സിന് വന്ന ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇതിൽ ചെയ്തു തരാം. എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ അതെ. അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് എലിപ്സിൽ ഒരു ക്വസ്റ്റ്യനും എലിപ്സിന്റെ ജനറിക് പ്രോബ്ലവും അതിന്റെ ഒരു എന്താ പറയുക മോഡൽ എക്സാമിന് വന്ന നമ്പർ ടൈപ്പ് പ്രോബ്ലം. ഈ 4 പ്രോബ്ലം നിങ്ങൾ പഠിച്ചാൽ ഷുവറാണ് 4 മാർക്ക്. ഇതില്ലാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാമിന് എന്ത് ചെയ്യടാ കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കടാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷം മോഡലിന് വന്നു, അതുകൊണ്ട് വരില്ല എന്നൊന്നും ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല.
ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എലിപ്സിന്റെ ജനറിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ബൈ യൂസിങ് ഇന്റഗ്രേഷൻ. ഏരിയ കാണാം എന്തിന്റെ? എലിപ്സിന്റെ. സർക്കിൾ എലിപ്സ് നമ്മൾ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല, ചെറിയൊരു മാറ്റമേ ഉള്ളൂ. നമ്മളെ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം. സർക്കിൾ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കോഴിമുട്ടയുടെ ആകൃതിയിൽ കിട്ടുന്നതാണ് നമ്മൾ എന്ത്? എലിപ്സ്. അപ്പൊ പിക്ചർ നിർബന്ധമായിട്ട് എക്സാമിന് വരക്കണം. ഇതേപോലെ എന്ത് ചെയ്യടാ? ഒരു ഏരിയ ഷെയ്ഡ് ചെയ്യുക. സെയിം പാറ്റേൺ, അതാണ് പറയുന്നത്. സർക്കിൾ പഠിഞ്ഞു എന്നാ പറയാം. ഓക്കെ, സെയിം പാറ്റേൺ നിങ്ങൾ നോക്കുക. 0 0, അതിലൊന്നും മാറ്റില്ല. ഇവിടെ നമ്മൾ നേരത്തെ അതേപോലെ തന്നെ A,0. എലിപ്സിന്റെ എക്സിന്റെ താഴ്ഭാഗമാണ് എ, അതുകൊണ്ട് A,0. വൈയുടെ താഴ്ഭാഗമാണ് ബി, അതുകൊണ്ട് ഇവിടെ 0, ബി. ഇത് മെൻഷൻ ചെയ്താലും ഇല്ലെങ്കിലും ഒന്നും യാതൊരു കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക. 0 0 A,0 മതി, ഇനഫ്. ഓക്കെ, ഇത് എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്, വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ അതേപോലെ തന്നെയാണ് ഏരിയ A ഈക്വൽ ടു ഇന്റഗ്രൽ y dx. അതിലൊരു മാറ്റമില്ല, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇന്റഗ്രൽ y dx. ഇനി ഇവിടെ ലിമിറ്റ് ഏത് മുതൽ ഏത് വരെ? ഇതേപോലെ തന്നെ 0 to a, അതിലും ചേഞ്ച് ഇല്ല. 0 to a എത്ര കൊണ്ട് ഗുണിക്കണം? മറന്നു പോകരുത്, 4 കൊണ്ട് ഗുണിക്കണം. അതെന്തുകൊണ്ടാണ്? 4 കള്ളിയുള്ളത് കൊണ്ടാണ് 4 കൊണ്ട് ഗുണിക്കുന്നത്. അതിനൊന്നും എന്തില്ലടാ, ഒരു ചേഞ്ചും ഇല്ല. നിങ്ങൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് എന്ത് ചെയ്ത പ്രോബ്ലം ചെയ്യുന്നത്. സോ അതിനുശേഷം y ആണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. മുന്നേ നമ്മൾ പഠിച്ചു കൊടുത്ത് y വേറെ ആയിരുന്നു, ഇവിടുത്തെ y ഡിഫറെൻ്റ് ആണ്. അപ്പൊ y എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ശ്രദ്ധിച്ചോ, എടാ y യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനിവിടെ സ്റ്റെപ്പ് കാണിക്കാം. കാണിക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊരു ട്രിക്ക് ഉണ്ട്. ആ ആൻസർ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ, അത് സ്റ്റെപ്പ് കാണിച്ചാൽ എങ്ങനെ റിയൽ ആയിട്ട് കണ്ടെത്തുന്നുള്ളത്. അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അത് അങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നേരെ ആൻസർ പഠിച്ചാൽ ഞാൻ 2 സ്റ്റെപ്പും പറഞ്ഞുതരാം. നിങ്ങൾ നോക്കി നോക്കുക. ഫസ്റ്റ് നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താടാ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇതിലെ എന്താ പറയാ, y ഉള്ള ഭാഗം ഇവിടെ നിർത്തുക. കാരണം എന്താ? നമുക്ക് y ആണ് വേണ്ടത്. y ആണല്ലോ സുഹൃത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ y ഉള്ള ഭാഗം നിർത്തുക. y ഉള്ള ഭാഗം ഇവിടെ നിർത്തി എങ്ങനെ വരും? ദാറ്റ് ഈസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഓൾറെഡി റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. ഈ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് വരുടാ? മൈനസ് എക്സ് സ്ക്വയർ ബൈ എന്ത് വരും? എ സ്ക്വയർ വരും. സിംപ്ലി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക? വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു അല്ലെ 1 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 ഇൻറ്റു എ സ്ക്വയർ എന്താടാ? എ സ്ക്വയർ ആണ്. ഇനി വൈ ആണ് വേണ്ടത്, അതുകൊണ്ട് വൈ സ്ക്വയറിന് ഇവിടെ നിർത്താം. ഇനി ഇവിടുന്ന് ശ്രദ്ധിക്കണം. ഇവിടുന്നാണ് ഇനി ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ്. താഴത്തുള്ള ബി സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇൻറ്റു ആണ്. ദാറ്റ് ഈസ് എന്ത് വരുവാടാ? ബി സ്ക്വയർ. താഴെ എ സ്ക്വയറിന് ഒരുമിച്ച് എഴുതാം. 2 കോൺസ്റ്റന്റ് ആളുകളല്ലേ, അവരെ ഫ്രണ്ട്സ് ആക്കിക്കോ. അത് എ സ്ക്വയർ താഴെ ആൾ തന്നെയാണ്, പക്ഷെ അവരെ ഒരുമിച്ച് നിർത്തുക. ദാറ്റ് ഈസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞ് നിർത്തുക. പിന്നെ ബാലൻസ് എന്താടാ? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അവർ 2 ആളുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? അവരെ ചുമ്മാ എന്ത് ചെയ്യുക? ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ആളുള്ളതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റ് എന്ത് ചെയ്യുക? റാപ്പ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പഴയ പോലെ തന്നെ സ്ക്വയർ കളയാൻ നമ്മളെ മെത്തേഡ് എന്താ? സ്ക്വയർ കളയാനുള്ള മെത്തേഡ് എന്താ? റൂട്ട് ചെയ്യുക. ഇവിടെയും റൂട്ട് ചെയ്യുക, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യടാ? റൂട്ട് ചെയ്യുക. അപ്പൊ നമുക്കറിയാം സ്ക്വയറും റൂട്ടും കട്ടാവും അല്ലെ. ഒബ്വിയസ്ലി നമുക്ക് കിട്ടും y എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ കാണിക്കാൻ സ്റ്റെപ്പ്. ഇവിടെ വലിയൊരു കാര്യം നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ 2 ആയിട്ട് സ്പ്ലിറ്റ് ആവും. ആ സ്റ്റെപ്പാണ് മാത്രം ഞാൻ കാണിക്കുന്നത്. ഇത് വേണമെങ്കിൽ മതി, ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരുടാ? ബി സ്ക്വയർ ബൈ, ഇത് മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് എന്താകും? ബി സ്ക്വയർ ബൈ റൂട്ട് എ സ്ക്വയർ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇങ്ങനെ വരിക. സ്ക്വയറും റൂട്ടും കട്ട്. ഫൈനലി നമുക്ക് എന്താ കിട്ടുക? ബി ബൈ എ. ഇത് അതുപോലെ തന്നെ നിർത്താം. റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. 2 ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് വരിക. അപ്പോൾ എന്താണ്? ബി ബൈ എ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഞാൻ പറയുന്നത് എക്സാമിന് നിങ്ങൾ ഈ റിസൾട്ട് മാത്രം പഠിച്ചാൽ മതി. ഞാൻ ഇതിന്റെ ഷോർട്ട് കട്ടാണ് നീ പറയുന്നത്. മനസ്സിലായി മക്കളെ? അതായത് നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്താൽ മതി? ഈ റിസൾട്ട് മാത്രം പഠിച്ചാൽ മതി. ഏത് റിസൾട്ട്? y ഈക്വൽ ടു ബി ബൈ എ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്. അപ്പൊ ചിലർക്ക് പേടിണ്ടാവും. നിങ്ങൾ നേരത്തെ സർക്കിളിൽ എന്താ പഠിച്ചത്? നിങ്ങൾ പറഞ്ഞേ. സർക്കിളിൽ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞടാ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ y എന്ന് പഠിച്ചേ. ശ്രദ്ധിക്കട്ടെ, നേരത്തെ നിങ്ങൾ പഠിച്ച സർക്കിളിൽ y ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചത്? y ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാ പഠിച്ചത്. അതിന്റെ തൊട്ട് മുന്നേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കണ്ട, എ ഉണ്ട് ബി ഉണ്ട്. ഒന്ന് തല തിരിച്ചിട്ട് എന്ത് എഴുതി പഠിച്ചാൽ മതി? y ഈക്വൽ ടു എന്ത് പഠിച്ചാൽ മതിയാടാ? ബി ബൈ എ എന്നൊന്ന് അഡീഷണലി പഠിച്ചാൽ മാത്രം മതി. ഇത്രയും സ്റ്റെപ്പൊന്നും നിങ്ങൾ എക്സാമിന് എഴുതണ്ട. ഞാൻ അങ്ങനെ വെട്ടാൻ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത്രയും സ്റ്റെപ്പൊന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട? വേണ്ട.
മനസ്സിലായത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. അത് എക്സാമിന് നിർബന്ധമില്ല. നിങ്ങൾ y = b/a √(a²-x² എന്ന് ഡയറക്റ്റ് പഠിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. മനസ്സിലായോ? വേണ്ടവർക്ക് ഇങ്ങനെ ചുമ്മാ ഡിറൈവ് ചെയ്ത് കാണിക്കാമെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ y എന്ന് പറയുന്ന റിസൾട്ട് കിട്ടിയടാ. ആ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. സോ a = 4 × ഇന്റഗ്രൽ 0 to a. y നമുക്ക് കിട്ടിയ എന്താണ്? b/a √(a²-x² × dx. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ ഇന്റഗ്രേഷനിൽ കോൺസ്റ്റന്റ് എപ്പോഴും പുറത്ത് വെക്കണം. നമ്മൾ ചെരുപ്പ് പുറത്ത് ഊരിയേക്കുക എന്ന് പറഞ്ഞ പോലെ ഇന്റഗ്രേഷൻ്റെ ഉള്ളിൽ നമ്പറിൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ എപ്പോഴും പുറത്താണ് സ്ഥാനം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പുറത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഈ b/a ആണല്ലോ ഇതിലെ കോൺസ്റ്റന്റ്, അതിനെ പിടിച്ച് പുറത്തേക്ക് ആക്കി കഴിഞ്ഞാൽ 4b/a എന്നായി പുറത്തേക്ക് വരും. പിന്നെ ഉള്ള റിസൾട്ട് ഏതാ? ഇന്റഗ്രൽ 0 to a √(a²-x² dx എന്നാണ്. ഇതാണ് നമ്മളെ റിസൾട്ട്. പിന്നെ പഴയ പോലെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക? പിന്നെ നേരെ സർക്കിൾ ചെയ്തത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. കാരണം ഇന്റഗ്രൽ √(a²-x² dxന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അത് നമ്മൾ നേരെ എന്ത് ചെയ്യാടാ? നേരെ നമ്മൾ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 4b/a കോൺസ്റ്റന്റ് പുറത്തുണ്ട്. അതിന്റെ റിസൾട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയാം. x/2 നമുക്കറിയാം എന്തെന്നെ? √(a²-x² തന്നെ a²/2 sin ഇൻവേഴ്സ് x/a. ലിമിറ്റ് ഏത് മുതൽ ഏത് വരെ? 0 to a. ഇതൊക്കെ പഴയ സർക്കിൾ നമ്മൾ ചെയ്താണ്. ഇനി ഒരു ചേഞ്ചും ഇല്ല. സർക്കിൾ എങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത് അതേ സെയിം പാറ്റേണിൽ നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നു. സോ നമ്മൾ നോക്കുക ആൻസർ 4b/a. ആദ്യം എക്സിന് നമ്മൾ എന്ത് ചെയ്യടാ? അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് a ആണ്. സോ എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരടാ? a/2 √(a²-a² പ്ലസ് a²/2 sin ഇൻവേഴ്സ് a/a. ലോവർ ലിമിറ്റ് എല്ലാവർക്കും അറിയാം 0 ആണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല. ഓക്കെ, നമുക്കറിയാം ഇത് കട്ടായി പോകും, 0 ആയി പോകും. സോ റിമൈനിങ് എന്താണ് വരിക? 4b/a × a²/2 sin ഇൻവേഴ്സ് 1. ഇതൊക്കെ ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സോ ഫൈനലി 4b/a a²/2 sin ഇൻവേഴ്സ് 1 പറ. ഓൾറെഡി നിങ്ങൾക്ക് റിസൾട്ട് ഇപ്പോൾ കാണാതെ അറിയുന്നുണ്ടാവും എല്ലാവർക്കും. π/2 ആണ്. സോ നിങ്ങൾക്ക് അറിയാം 2 × 2 4 ആണ്. ഈ 4ഉം ക്യാൻസൽഡ് ആവും. ഇനി എന്താ ഉള്ളതെന്ന് എഴുതി വെച്ചോ. b/a a² × π എന്നാ. ഇതിങ്ങനെ എഴുതുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എടാ താഴെ ഈ എയും a² ഒരു എയും കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയടാ ba π എന്ന് കിട്ടും. ദാറ്റ് ഈസ് ba π നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് എന്ത് പറയാടാ? πab. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എലിപ്സിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ബേസിക്കലി πab എന്നാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചോളാം. πab നമ്മൾ സർക്കിളിന്റെ πr² πa² എന്ന് പറയുന്നില്ലേ, ഇതേപോലെ πab എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യടാ? കാണാതെ പഠിച്ചോളാം. ദാറ്റ് ഈസ് πab എന്ത് പറയടാ? സ്ക്വയർ യൂണിറ്റ്. അപ്പോൾ ഇത് കാണാതെ പഠിക്കുക. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ മൂവ് ചെയ്യാനുള്ള, അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ വർഷം വന്ന മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണത്. നിങ്ങൾ നോക്കി നോക്കാം, മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. x² / 25 + y² / 9 = 1. ഇതാണ് നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്നത്. ഈ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 4 മാർക്ക് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രലിൽ നിങ്ങൾ മേടിച്ചിരിക്കും. വേറെ ഒരു ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. ഇത് 100% ഉറപ്പാണ്. സോ ഫൈനൽ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ വരുമ്പോൾ എന്താ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാം AD സ്ഥാനത്തൊക്കെ നമ്പർ മാറിക്കെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 25 നമുക്ക് എന്ത് എഴുതാം? 5² എന്ന് എഴുതാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. 9 നമുക്ക് എന്ത് എഴുതാം? 3² എന്ന് എഴുതാം, 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പം എന്നിട്ട് നമ്മൾ A എന്താന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 5. B കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 3. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം തന്നെ നിങ്ങളെ ഫൈനൽ ആൻസർ ആയി. കാരണം ജനറലി എലിപ്സ് എന്ന് പറഞ്ഞാൽ πab അല്ലടാ, πab അല്ലേ. സോ π × a എത്രയാ? 5 × 3 ആ. 3 × 5 എത്രയാടാ? 15 π ആ. നിങ്ങളുടെ കീ ആയി. നിങ്ങൾ എക്സാമിന്റെ ഫൈനൽ ആൻസർ കീ 15 π. എങ്ങനെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല കേട്ടോ. സ്റ്റെപ്പ് ബൈ ഇന്റഗ്രേഷൻ്റെ പ്രോസസ്സൊക്കെ ചെയ്യണേ, പിക്ചർ വരയ്ക്കണേ, എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ വരച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അത് ചുമ്മാ ആൻസർ കീ ആണ്. കീ നിങ്ങളുടെ കയ്യിലുണ്ട്. πab നിങ്ങൾ കാണാതെ പഠിച്ചതാണ്. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് അപ്പം തന്നെ ആൻസർ ആയി 15 π എന്നാണ്. അപ്പോൾ സോ ആൻസർ കീ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ പ്രോസസ് ആണ്. സോ പഴയ പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ ഓൾറെഡി കാണാതെ പഠിച്ചു വെച്ചൊരു സാധനം ഉണ്ടല്ലോ. എന്തായിരുന്നു? വൈയുടെ ഇക്വേഷൻ എന്ന് പറയടാ. b/a √(a² - x² എന്ന് ഞാൻ പഠിച്ചു വെച്ചോ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഏതിൽ? എലിപ്സിൽ. അങ്ങനെ ആകുമ്പോൾ സിമ്പിൾ ആണ്. y ഇതാ ഇവിടുന്ന് തന്നെ കിട്ടി. വാട്ട് ഈസ് b? 3. a എന്താ? 5. √(a² - x² എന്താ? 5² - x എന്താ? ജനറലി x² തന്നെ. അപ്പൊ നമുക്ക് y ആയി.
കണ്ട. അപ്പോൾ y ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. ഇതിന് പകരം ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി മറിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് തിരിച്ച് മറിച്ച് സ്ക്വയർ കളയാൻ റൂട്ട് ചെയ്ത് എന്തിനാണ് സമയം വേസ്റ്റ് ആക്കുന്നത് സുഹൃത്തെ? വളരെ ഈസി ആയിട്ട് b/√(a²-x² എന്ന് നമുക്ക് അറിയാമെങ്കിൽ അല്ലേ, √(a²-x² എന്തായാലും അറിയണം അല്ലെ. അതിന് തൊട്ടപ്പുറത്ത് b/a എന്ന് പഠിച്ചു വെച്ചാൽ ഇവിടെ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. എക്സ് എന്ന് പറയുന്ന വേരിയബിളാണ്, അവിടെ നിങ്ങൾ പോയിട്ട് വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കോൺസ്റ്റന്റിന് മാത്രമേ അവിടെ വാല്യൂ കൊടുക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് b/a² മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി നേരെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, പഴയ പോലെ തന്നെ എന്ത് ചെയ്യടാ, ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രൽ y/dx എന്നാണ് നമുക്ക്. ഇതൊക്കെ ഇനി പഴയ പോലെ തന്നെയാണ്. ദാറ്റ് ഈസ് ഏരിയ 4 കൊണ്ട് ഗുണിക്കണം, അതിലൊന്നും മാറ്റില്ല. 0 to. അപ്പൊ നമുക്കിവിടെ ഒരു പിക്ചർ നിർബന്ധമാണ് അല്ലെ, നമുക്കൊരു പിക്ചർ നിർബന്ധമാണ്. ഓക്കെ, ഞാനിവിടെ വരക്കാം, പിക്ചർ ഇവിടെ വരക്കാം. ഓക്കെ, വളരെ സിമ്പിൾ പിക്ചർ. ഒരു എലിപ്സിന്റെ പിക്ചർ വരക്കുന്നു, ഒരു ഏരിയ ഷെയ്ഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് 0 എന്ന് കാണിക്കുന്നു. എ എന്ന് പറയുന്നത് എന്താണ്, 5,0. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 0,3 എന്നൊക്കെ കാണിക്കാം, നിർബന്ധമല്ല, കാരണം നമുക്ക് എയുടെ കേസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ 0 to a എന്നാണ് ഇവിടെ ഉള്ളത് ലിമിറ്റ്. 0 to a എന്ന് പറഞ്ഞാൽ ഏതുവരെ, 5. അപ്പൊ കുറെ പേര് ചോദിക്കും സാർ ഇവിടെ ബിയുടെ ആവശ്യകത എന്താ? ഇവിടെ നമ്മൾ ബി ആയിട്ട് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല, നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നിടത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ. ലിമിറ്റിന്റെ കേസിലല്ല, നമ്മളിവിടെ ആക്ച്വലി എന്ത് ചെയ്യുന്നില്ല, ബി എടുത്ത് വർക്ക് ചെയ്യുന്നില്ല. നമ്മളെ ഇക്വേഷന്റെ ഉള്ളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ വൈയുടെ ഇക്വേഷനിൽ മാത്രമേ ആര് കയറി വരുന്നുള്ളൂ, ആ ബിയുടെ വാല്യൂ സാന്നിധ്യം വരുന്നുള്ളൂ, വേറെ എവിടെയും വരുന്നില്ല. ലിമിറ്റ് ഏത് മുതൽ ഏത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ, 5 വരെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കാം, 4 into y നെ റീപ്ലേസ് ചെയ്യാം. സോ 0 to 5, വാട്ട് ഈസ് y, 3/5 √(5² - x² dx. നേരെ പുറത്തേക്ക് എടുക്കാം, നമ്മൾ b/a പുറത്തേക്ക് എടുത്ത പോലെ. ദാറ്റ് ഈസ് 4 into 3/5 ഇന്റഗ്രൽ 0 to 5 √(5² - x² dx. കുറെ പേർക്ക് ഇനി ഇവിടുത്തെ ഡൗട്ട് വരാം, സാറേ 4 into 3 12 അല്ലേ നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 12/5 എന്നൊക്കെ എഴുതാം, അതല്ലെങ്കിൽ അവിടെ കീപ്പ് ചെയ്യാം. കാരണം നമുക്ക് ഡിവിഷനിൽ വരുന്ന 2 to 4 വരുമല്ലോ, നമ്മൾ എൻഡിങ്ങിൽ എത്തുമ്പോൾ 2 to 4 വരുമ്പോൾ നമ്മൾ വെട്ടിയുന്നില്ലേ, അതേപോലെ നമുക്ക് വെട്ടണമെങ്കിൽ ഇവിടെ നിങ്ങൾ പിടിച്ച് നിർത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വെട്ടാം. സോ ഇനി പഴയ സ്റ്റെപ്പ് തന്നെടാ, ദാറ്റ് ഈസ് 4 into 3/5. നമ്മൾ നോർമലി √(5² - x² ഇന്റഗ്രേഷൻ റിസൾട്ട് നമുക്കറിയാം എന്താണ്, x/2. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം സാധനം, x/2 √(5² - x². a, വാട്ട് ഈസ് a ഹിയർ, ഇമ്പോർട്ടന്റ് ആണ്. a എത്രയാണ്, 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5²/2 sin inverse x/a. ദാറ്റ് ഈസ് a എന്ന് പറഞ്ഞാൽ 5 ആണ്. ലിമിറ്റ് ഏത് മുതൽ ഏത് വരെടാ, ലിമിറ്റ് ഏത് മുതൽ ഏത് വരെ, 0 to 5. സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കടാ. അടുത്ത സ്റ്റെപ്പ് ഏരിയ a = 4 into 3/5 അല്ലേ, 4 into 3/5 എന്നല്ലേ, മാറിയിട്ടില്ലല്ലോ, 4 into 3/5. എടാ ഇനി അപ്പർ ലിമിറ്റ് അല്ലേ, അപ്പർ ലിമിറ്റ് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 5/2 √(x/2 എന്നല്ലേ. സോ 5² - x². അപ്പർ ലിമിറ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അഗൈൻ 5² പ്ലസ് a²/2 5²/2 സൈൻ ഇൻവേഴ്സ് x, ദാറ്റ് ഈസ് 5/a. എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് ഓൾവേസ് എന്താടാ, 0 ആണ്. കൂടുതൽ ഡെക്കറേഷൻ വേണ്ട, ഓൾവേസ് ലോവർ ലിമിറ്റ് 0 ആണ്. ഒക്കെ നിങ്ങൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ ആണ്. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്യാം. 4 into 3/5 നമുക്കറിയാം ഇത് മൊത്തം 0 ആവും. സോ 5² എന്ന് പറഞ്ഞാൽ 25 ആടാ, 25/2 5/5 1 ആണ്. ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ, ഒക്കെ സെയിമാ. 4 into 3. കുറെ പേർക്ക് ഇവിടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിട്ട് ഒരു ഇതുണ്ടാവും, പക്ഷെ വേണ്ടടാ, ഇവിടുന്ന് കട്ടിങ് വരും, അതുകൊണ്ടാണ് 25/2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 5/2. അതാ ഇപ്പൊ നോക്കുക, 2 into 2 എന്താടാ, 4 ആണ്. ആ 4 ഈ 4ഉം വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായി. അല്ലാതെ മാത്രമല്ല 5ഉം 25ലും കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും, 3 into 5 into 5. ഇവിടെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. 5 25 എത്ര വട്ടാടാ, 5 വട്ടാണ്. നമ്മൾ കട്ട് ചെയ്തു. സോ 5 into 3. സോ ആൻസർ എന്താടാ, 15 π എന്താടാ, സ്ക്വയർ യൂണിറ്റ് ആണ്. സോ ഓൾറെഡി ആൻസർ കീ നമ്മളെ കയ്യിലുണ്ട്. ആൻസർ കീ നമ്മളുടെ കയ്യിലുണ്ട്. കീ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ജനറലി πab ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ എക്കും ബിക്കും വാല്യൂ കൊടുക്കുമ്പോൾ തന്നെ കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആൻസർ കണ്ടെത്താൻ പറ്റും. സോ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ഒരു 4 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രലിൽ വേറെ ഒരു ക്വസ്റ്റ്യനും ഇല്ല, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ പഠിക്കണുള്ളൂ, സർക്കിൾ എലിപ്സ്. സർക്കിൾ വരുമോ എലിപ്സ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രവചനം ഈ വർഷം സർക്കിൾ എന്നാണ്. കാരണം മോഡൽ എക്സാമിന് എലിപ്സ് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല, സർക്കിൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടെയാണ്. സോ നമുക്കറിയാം മാക്സിമം ഈ വർഷം സർക്കിൾ വരാമെന്നാണ് സാധ്യത. പക്ഷെ സർക്കിൾ ആണെങ്കിലും എലിപ്സ് ആണെങ്കിലും സർക്കിൾ പഠിച്ച എലിപ്സ് പഠിച്ച പോലെയാണ്, ഏത് വേണമെങ്കിലും ചോദിക്കട്ടെ. ഓക്കേടാ, ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരിലോട്ട് എന്ത് ചെയ്യടാ, ഒന്ന്
ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഷെയർ ബട്ടണിൽ പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ, നമുക്കറിയില്ല നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഈ വർഷം പഠിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ടോപ്പിക്ക് അയച്ചു കൊടുത്താൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യടാ, ലൈക്ക് തരണം, നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കേടാ, കൂടുതൽ വീഡിയോസ് സാർ എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരണ്ടേ. ഓക്കെ, ബൈ ബൈ.